ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ടുഡേ ഈസ് എ ഹാപ്പി ഡേ. കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ഫോർ എ ട്രിപ്പ്. അപ്പോൾ ഇന്ന് ഇവിടെ ക്രിസ്മസ് ഡേ ആണ്, 25th ആണ്. സോ ഐ എം ഡിപ്പാർട്ടിങ് ടുഡേ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്. സോ ദേ വിൽ ഓൾസോ ബി ജോയിനിങ് അസ്. നമ്മുടെ മീറ്റിംഗ് പോയിന്റ് വന്നിട്ട് ബാൻഹോഫ് ആണ്. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ കറക്റ്റ് എല്ലാവരും ടൈം ആയപ്പോൾ തന്നെ ബാൻഹോഫിലൊക്കെ എത്തി. നമ്മൾ പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എടുത്ത് ഡയറക്റ്റ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. അത്യാവശ്യം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് ക്രൂയിസാണ്. ഇതാണ് ഞങ്ങൾ പോകുന്ന ക്രൂയിസ്. കളർ ലൈൻ എന്നാണ് പേര്. അടിപൊളി ക്രൂയിസാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മളൊരു ഷിപ്പിലൂടെയാണ് അല്ലെങ്കിൽ ഒരു ക്രൂയിസിലൂടെയാണ് പോകുന്നതെന്ന് നമുക്കുള്ളൊരു ഫീല് പോലും തോന്നില്ല. ഞങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞതാ ഡയറക്റ്റ് എൻ്റർ ചെയ്തേക്കുവാണ്. ഇത് കാണുമ്പോൾ തന്നെ ഏതോ ഒരു വലിയ ഷോപ്പിംഗ് മോളിൽ പോയ ഫീലായിരുന്നു. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, അയ്യോ ഇതിനകത്താണോ നമ്മൾ വന്നിരിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾക്ക് റൂം ഉണ്ടായിരുന്നു താമസിക്കാൻ വേണ്ടി. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ക്യാബിൻ. നമുക്ക് ജസ്റ്റ് ക്യാബിൻ ഒന്ന് കാണാം. കയറുമ്പോൾ തന്നെ നമ്മുടെ ജാക്കറ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഉണ്ട്. ഹായ് ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ? എക്സൈറ്റഡ് ആണോ? ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയൊരു മിററൊക്കെ ഉണ്ട് നമുക്ക് ഒരുങ്ങാനൊക്കെ. പിന്നെ ഇവിടെയും ഒരു ചെറിയ മിററുണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റാണ്, ടോയ്ലറ്റ്. ആൻഡ് ദിസ് ഇസ് അവർ ബെഡ്റൂം, ഒരു ബെഡ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ ഇങ്ങനെ TV ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ആൻഡ് ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് ആർ റൂം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്? ആര് പ്രിപ്പയർ ചെയ്തത്? ഇവർ രണ്ടുപേരും പ്രിപ്പയർ ചെയ്തത്. എന്റെ കോൺട്രിബ്യൂഷൻ പിന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോയി. അവിടെ ആയിരുന്നു നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഫുൾ ഇത് കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഓരോ ഫ്ലോറിലും ചെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോയി. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലാണെങ്കിൽ ഒത്തിരി ഗെയിം ആക്ടിവിറ്റീസും ഫൺ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. നമ്മളിന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഡീഷണൽ പാരമ്പര്യമൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് കേക്കും വൈനും ഒക്കെ ഉണ്ട്. സോ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. Wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. നമ്മള് ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ നമ്മള് വി വിൽ ബി എക്സ്ചേഞ്ചിങ് റൈറ്റ് നൗ. സോ നമുക്ക് കാണാം. ചേച്ചിയാണ് ഫസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ചേച്ചി എന്താണ് നമുക്ക് വാങ്ങിച്ചേക്കുന്നതെന്ന്. ചേച്ചി തരുന്ന ഗിഫ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ്. മീര ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ്. തലമുടി നന്നായിട്ട് ഇതുകൊണ്ട് മസാജ് ചെയ്ത് വളർത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥന. എനിക്ക് ഏതായാലും മതി ചേച്ചി. എനിക്ക് പച്ചയുണ്ട്, എനിക്ക് പിങ്ക് മതി. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും ചുണ്ടുകളെ വളരെയധികം മനോഹരവും വിനതുമാക്കാൻ വേണ്ടിട്ട്. ഓ ലിപ് ബാം ഗൈസ്. നെക്സ്റ്റ് ലീമ ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ്. പേനയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒളിച്ചിരിപ്പുണ്ട്. കീ ചെയിൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ക്യൂട്ടി ചമഞ്ഞ കീ ചെയിൻസ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും ഓരോ കീ ചെയിൻ വെച്ച് തരും. ഇതിലാണ് നമുക്ക് സർപ്രൈസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ആനില്ല നമുക്ക് നോക്കാം. അല്ല പറഞ്ഞു നമ്മൾ പേടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ലാസ്റ്റ് നമുക്ക് എല്ലാം പൊട്ടിയ വാവ് ഡയറി. ഓ താങ്ക് യു സോ മച്ച്. എനിക്കറിയാം നല്ലൊരു ഡയറി ആണെന്ന്. പേനയുണ്ട്, ഒരു ഡയറിയുടെ ഒരു ഗൈസ് എന്നെ പേടിപ്പിക്കുന്നു. സോ എന്റെ ഡയറി ഇപ്പം വരും. താങ്ക് യു സോ മച്ച്. നല്ല ക്യൂട്ട് ഡയറി വിത്ത് 1 പെൻ. നല്ല രസമുണ്ട്. ഇത്ര എക്സ്പ്രഷൻ വേണ്ടായിരുന്നു. കൊള്ളാമോ ഗൈസ്? ഇത് ഞങ്ങളുടെ ഫോട്ടോയാണ് ഗൈസ്. ദിസ് ഇസ് മൈ സ്മോൾ ഗിഫ്റ്റ്. അതിനകത്ത് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കണക്ക് ചുണ്ടുകൾ സുന്ദരമാക്കാൻ വേണ്ടി. ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്സ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ജിനു ചേച്ചിയുടെ ഗിഫ്റ്റ് നോക്കാം. ജിനു ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ് ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള തിങ് ആണ്. ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. ഇത് എന്താണെന്ന് സ്പെഷ്യൽ സ്ക്രബ്ബർ ആണോ? സ്ക്രബ്ബറും ഉണ്ട്, ഒരെണ്ണം ബോഡിയിലും ഒരെണ്ണം കാലിലൊക്കെ. ഓക്കെ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള തിങ് ആണ്. തീർന്നല്ലോ ചേച്ചി? താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു. അത് ഭയങ്കര കഷ്ടമായിപ്പോയി. പക്ഷേ എന്തോ ഒരു ലക്കിലി നമുക്കൊരു ഡൗൺലോഡ് ചെയ്തൊരു ഫിലിം ഉണ്ടായിരുന്നു ടെലഗ്രാമിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആ ഫിലിമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും
ഒന്ന് ഫുള്ള് ചുറ്റിക്കറങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കാരണം ഒരു ഡേ നമുക്ക് സഫീഷ്യൻ്റ് അല്ല. ഇത് മൊത്തം കാണാൻ തന്നെ ഒത്തിരി കടകളും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ പതുക്കെ പോയി ഓരോ ഷോപ്പിലും എല്ലാം ജസ്റ്റ് കയറി എന്തുവാണ് സംഭവം എന്നൊക്കെ നോക്കി. മിക്കതും ഇതിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ആണ്. പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. ആ സമയം നമുക്ക് അനൗൺസ്മെൻറ്റ് കിട്ടും. അപ്പം വീണ്ടും നമ്മൾ ടോപ്പ് ഫ്ലോറിൽ കാണണമെങ്കിൽ ആ ബ്രിഡ്ജ് കാണണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാം. ഞങ്ങൾ ഗ്രീൻ കളർ ആ സാധനം കണ്ടില്ലേ, അതാണ് ആ ബ്രിഡ്ജ്. ഗോയിങ് ടു സീ മാജിക് ഷോ. ഇവിടെ അത്യാവശ്യം ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റ്, നമുക്ക് ഇരിക്കുന്ന സീറ്റ് ഇതാണ്. അങ്ങനെ മാജിക് ഷോ കണ്ട്. ഈ ഷോ ആയിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അവരുടെ ടീം എഫേർട്ട്, ഹാർഡ് വർക്ക്, അത് നമുക്ക് കണ്ടിരുന്നാൽ തന്നെ നമ്മൾ അറിയില്ല ടൈം പോയത്. ഭയങ്കര എല്ലാവരും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അവരുടെ എഫേർട്ട് നമുക്ക് കാണാൻ തന്നെ സാധിക്കുമായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അടിപൊളി മാജിക് ഷോ എല്ലാം കണ്ട് നമ്മുടെ ഫുഡിൻ്റെ ടൈമായി. ഫുഡിനെ പറ്റി പറയുവാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ലക്ഷറിയസ് ഫുഡ് തന്നെയായിരുന്നു. നമുക്ക് കൊടുത്ത പൈസയ്ക്ക് നല്ല വേർത്തായിട്ടുള്ള ഫുഡ് തന്നെ കിട്ടി. വെജ് ഐറ്റംസ് ആയാലും നോൺ വെജ് ആയാലും ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഡേ ആയിരുന്നു. സെക്കൻഡ് ഡേയിലാണ് നമ്മൾ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. നോർവേയിലെ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോ സെക്കൻഡ് ഡേ നമുക്ക് 10 o'clock അവിടെ റീച്ച് ചെയ്യുന്നത്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫുൾ ക്രിസ്മസ് ഡെക്കോർ ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പല 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 സ്ഥലങ്ങളുണ്ടായിരുന്നു ഫോട്ടോയ്ക്ക് വേണ്ടി തന്നെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ കണക്കാണ് നമ്മളൊരു ഷിപ്പിലാണ് പോകുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ക്രൂസിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഫീല് പോലും നമുക്കില്ലായിരുന്നു. നമ്മൾ അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആൻഡ് കറക്റ്റ് ഒരു 10 ആയപ്പോൾ നമ്മളെത്തി. വെൽക്കം ഓസ്ലോ. വി ആർ അറ്റ് ഓസ്ലോ ആൻഡ് ദിസ് വാസ് അവർ ഷിപ്പ്. ഇതായിരുന്നു നമ്മുടെ ഷിപ്പ്. ഇവിടെ സ്നോ ഓൾറെഡി പെയ്തിട്ടുണ്ട്, സ്നോഫോളൊക്കെ ഉണ്ട്. പക്ഷെ അധികം തണുപ്പില്ല, ബിക്കോസ് നല്ല വെയിലുണ്ട്. ഇറ്റ് ഇസ് സണ്ണി ആൻഡ് സ്റ്റേ ഔട്ട്. നമ്മുടെ ഫ്രണ്ടിലുള്ള ടൈം വെറും 4 hours ആയിരുന്നു. വിതിൻ ദിസ് 4 hours വി ഹാവ് ടു കവർ ഓൾ ദ ഡെസ്റ്റിനേഷൻ. ആക്ച്വലി ഇത് വെള്ളമായിരുന്നു. ഇപ്പോഴത്തെ തണുപ്പ് കാരണം ഇത് ഐസ് അയക്കുവാണ്. നോർവേ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫേമസ് ഫോർ നോർത്തേൺ ലൈറ്റ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി വെൻറ്റ് മോർണിംഗ് ടൈം. വി വർ നോട്ട് ഏബിൾ ടു സീ നോർത്തേൺ ലൈറ്റ്സ് ഓൾസോ. ആൻഡ് ഓൾസോ എല്ലാ ഷോപ്സും അടച്ചിട്ടിരുന്നു. കാരണം ഒരു ഹോളിഡേ ഡേ ആയതുകൊണ്ട് എവറി ഷോപ്സ് വെർ ക്ലോസ്ഡ്. പിന്നെ എന്തോ ഇതിന് നമുക്കൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ആയിരുന്നു. ആൻഡ് വി വിസിറ്റഡ് ദാറ്റ് ക്രിസ്മസ് മാർക്കറ്റ്. പിന്നെ ഇവിടെ സ്നോ ഉണ്ടായിരുന്നു. പിന്നെ സ്നോ കാണുമ്പം അറിയാമല്ലോ, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ സ്നോയിൽ കുറച്ച് നേരം സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പം സ്നോ സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വി ഡിഡ്ന്റ് ഡു ദാറ്റ് ഐസ് സ്കേറ്റിംഗ്. പിന്നെ ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നൈറ്റ് വൈബാണ്. ഇറ്റ്സ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ഇതൊരു മോർണിംഗ് ഒരു 10 o'clock ദാറ്റ് ടൈം ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ബ്യൂട്ടി ഓർ ദാറ്റ് മച്ച് ബ്യൂട്ടിഫുൾ. പിന്നെ നമുക്ക് എന്തുവാണ്, ജസ്റ്റ് എല്ലാം കണ്ടു, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടി. പക്ഷേ നോർവേ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എല്ലാവരും ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. പക്ഷേ വെൻ യു ആർ വിസിറ്റിംഗ്, try to visit at the peak time or a beautiful time. That is always beautiful. പിന്നെ നമുക്ക് വാം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കനലൊക്കെ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര തണുപ്പൊന്നും പറയാൻ പറ്റില്ല. ഈവൻ ദോ അവിടെ സ്നോഫോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത്ര തണുപ്പൊന്നും അല്ലായിരുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ തണുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ക്രിസ്മസ് മാർക്കറ്റ് പോലെ തന്നെയായിരുന്നു. കണ്ടോ, പൊട്ടറ്റോ ഒക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറൻസി ആണെങ്കിലും നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും അങ്ങനെയൊന്നും വന്നില്ല. ഫുൾ കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അതും ഈസി ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ തന്നെ ജസ്റ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയായിരുന്നു. പിന്നെ ആ 4 hours കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ക്യാബിനകത്ത് തന്നെ കയറി. പിന്നെ ആസ് യൂഷ്വൽ ഒന്നും ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും വി സോ വൺ ഫിലിം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
നമ്മളെല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്, പക്ഷേ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഗെയിം കളിക്കാമെന്ന്. അപ്പം നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് അന്താക്ഷരി. അപ്പം ബാക്കി വിശേഷങ്ങൾ പറഞ്ഞറിയിക്കാം. താരാപദം നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ആൻഡ് എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നോർവേയിൽ ഞാൻ ഒത്തിരി ഒന്നും എക്സ്പ്ലോർ ഇല്ല, ജസ്റ്റ് ആ മാർക്കറ്റ് മാത്രമേ ആ ടൈമിൽ കണ്ട് തീർക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ ഈ ക്രൂസിനകത്ത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചു. ഇറ്റ് വാസ് എ ഫൺ ഫിൽഡ് മെമ്മറീസ്, ഒത്തിരി മെമ്മറീസ് നമുക്ക് തന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ഭയങ്കര സാഡായിരുന്നു, ബട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രിപ്പ്. അവിടെ നിന്ന് എടുത്ത കുറച്ച് നമ്മുടെ ഫോട്ടോസാണ്, അവർ മെമ്മറീസ്. Hope you guys enjoyed this video. Thanks for watching. Keep supporting. Bye bye. Happy New Year.